ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وبارك وسلم تسليمًا كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله تعالى في كلامه العزيز: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال أيضا: فاصبر إن وعد الله حق ولا يستخفنك الذين لا يوقنون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ആഖിറത്തിലേക്ക് വേണ്ടി അവൻ മാറ്റിവെക്കുന്ന, ഒരുക്കി വെക്കുന്ന ഏറ്റവും നല്ല വസ്തു, ഏറ്റവും മഹത്തരമായ കാര്യം അത് തഖ്വ എന്നുള്ളതാണ്. ഏതേത് മേഖലയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുവോ അവിടെയൊക്കെ പടച്ച റബ്ബിന്റെ കൽപ്പനകളുണ്ട്, നിരോധനകളുണ്ട്. അതൊക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക, ജീവിക്കുക എന്നതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിക്കുന്ന കാലം അത്രയും മുത്തഖീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ആഖിറത്തിലെത്തുമ്പം മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മയൊക്കെ പടച്ച റബ്ബ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നു. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാതെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയുണ്ടായി. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പല വാഗ്ദാനങ്ങളും നൽകുകയും ചെയ്തു. അല്ലാഹുവിന്റെ വാഗ്ദാനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തരും. അങ്ങനെ കുറെ വാഗ്ദാനങ്ങൾ പരിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു വാഗ്ദാനം നമ്മളോട് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ ഈ വാഗ്ദാനങ്ങൾ കേവലം നമ്മൾ മനുഷ്യർ തമ്മിൽ പറയുന്നത് പോലെ എന്തെങ്കിലും കാര്യം കാണാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭം കിട്ടാൻ, എന്തെങ്കിലും മെച്ചം കിട്ടാൻ, ഗുണം കിട്ടാൻ വേണ്ടി മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന വാഗ്ദാനങ്ങളല്ല പടച്ചവന്റെ വാഗ്ദാനങ്ങൾ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ, വിജയിച്ചു കിട്ടാൻ വേണ്ടി സ്ഥാനാർത്ഥികൾ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളല്ല പടച്ചവന്റെ വാഗ്ദാനങ്ങൾ എന്നുള്ളത്. അതിന് ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ മനുഷ്യന്മാർ തമ്മിലാകുമ്പം നമ്മൾ ചെയ്യുന്ന വാഗ്ദാനങ്ങൾ
ചിലത് പാലിക്കപ്പെടും, ചിലത് പാലിക്കപ്പെടുകയില്ല, ചിലത് പറ്റിക്കപ്പെടും. അതൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്, ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ പടച്ചവന്റെ വാഗ്ദാനങ്ങൾ അങ്ങനെയല്ല. അതിന് ചില പ്രത്യേകതകൾ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് പ്രവാചകനോട് അല്ലാഹു പറയുകയാണ്, ഫസ്ബിർ, നീ ക്ഷമിക്കുക, ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വാഗ്ദാനം അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്, അത് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും. മനുഷ്യന്മാരുടെ വാഗ്ദാനം ചിലപ്പോൾ നിറവേറ്റപ്പെട്ടേക്കാം, ചിലപ്പം ഇല്ലായിരിക്കാം. പക്ഷെ പടച്ചവന്റെ വാഗ്ദാനം അത് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും, ഒരു സംശയവും അതിൽ വേണ്ട. എന്നിട്ട് പറയുകയാണ്, വലാ യസ്തഖിഫന്നകല്ലദീന ലാ യൂഖിനൂൻ, ഈമാൻ ഉറക്കാത്ത ആളുകൾ, വിശ്വാസമില്ലാത്ത ആളുകൾ, അവര് പലതും പറയും, അവര് പലതും ചെയ്യും. അവര് ചെയ്യുന്നത് കണ്ടിട്ടോ അവര് പറയുന്നത് കേട്ടിട്ടോ നിന്റെ വിശ്വാസത്തിന് നിനക്കൊരു ചാഞ്ചാട്ടവും വന്നു പോകരുത്. നമ്മൾ നോക്കുമ്പോൾ നാളെ ആഖിറമുണ്ട്, മരിച്ചു പോകണം എന്നൊക്കെ ചിന്തയുള്ള ആളുകൾ ഇത് യഥാർത്ഥമായി വിശ്വസിക്കും. അല്ലാത്തവർ അള്ളാഹുവിനെ പരിഗണിക്കാതെ, അവന്റെ കൽപ്പനകളെ നിറവേറ്റാതെ, നിരോധനങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ തോന്നിയതുപോലെ ജീവിക്കുന്നത് കൊണ്ട് നീ വിചാരിക്കേണ്ട ഇതൊന്നും നടക്കാതെ പോണ കാര്യമാണെന്ന്. ഇന്ന വഅദല്ലാഹി ഹഖ്, ഒരു ദിവസം ഇതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും, അവന്റെ വാഗ്ദാനം ഇവിടെ പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് മറ്റൊരു പ്രത്യേകത, അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വാഗ്ദാനത്തെ പറ്റി പറയുന്നു. ഒരായത്തിൽ കാണാം, റബ്ബന, പടച്ചവനെ, ഇന്നക ജാമിഉൻ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി, നീ ജനങ്ങളെ ഒരു സംശയവുമില്ലാത്ത അഥവാ ഖിയാമത്ത് നാളിൽ നീ ഒരുമിച്ച് കൂട്ടുന്നവനാണല്ലോ. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു അവന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല. അല്ലാഹു നമുക്ക് ഇന്ന കാര്യം ചെയ്താൽ ഇന്നത് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നിങ്ങൾക്ക് നാളെ അത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഈ ഭൂമിയിൽ മറ്റാളുകൾ ചെയ്തു കൂട്ടുന്നത് കണ്ടിട്ട് നിങ്ങൾ അതിൽ നിന്ന് നിരാശരായി പോകരുത്, മാറിപ്പോകരുത്. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്കൊന്നുമില്ലല്ലോ, അല്ലാത്തവർ സുഖമായി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മൾ മാറി നിൽക്കരുത്. അള്ളാഹ് ഒരിക്കലും കരാറ് ലംഘിക്കുന്നവനല്ല, അവൻ അവന്റെ കരാറുകൾ പൂർത്തിയാക്കപ്പെടുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ബോധ്യം വിശ്വാസിക്ക് ഉണ്ടെങ്കിൽ പടച്ചവന്റെ വാഗ്ദാനങ്ങളെ നിറവേറ്റാൻ അവൻ നന്നായി പരിശ്രമിക്കും. എങ്ങനെങ്കിലും പടച്ചവൻ പറഞ്ഞ വാഗ്ദാനങ്ങൾ മനസ്സിലാക്കി അതിനെ നിറവേറ്റാനും അതിനെ നേടിയെടുക്കുവാനും അവൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ ഒരു ബോധ്യം നമുക്ക് മനസ്സിലാകണം. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണാവുന്ന ചില വാഗ്ദാനങ്ങളെ കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണും, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദുഊനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇത് അല്ലാഹു നമുക്ക് നൽകിയ ഒരു വാഗ്ദാനമാണ്. നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ, നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാനത് ശരിയാക്കി തരാമെന്ന് വലിയ വലിയ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ നമ്മൾ ശുപാർശ ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമ്മൾ അതിന്റെ ബാക്കിൽ കൂടും. ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ അയാളെ വിളിക്കും, അയാളെ വേണമെങ്കിൽ കാണാൻ പോകും, എല്ലാം ചെയ്യാനും നമ്മൾ തയ്യാറാണ്. അതുപോലെ നമ്മുടെ റബ്ബ് നമ്മളോട് പറയുകയാണ്, ഉദുഊനി, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. നമ്മുടെ റബ്ബ് നമ്മളോട് ഇങ്ങനെ ഒരു വാഗ്ദാനം പറയുമ്പോൾ നമ്മൾ എത്ര പേർ അള്ളാഹുവിനോട് പ്രാർത്ഥന ശീലമാക്കിയവരുണ്ട്, നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയവരുണ്ട്. എന്ത് പ്രയാസം വരുമ്പോ, എന്ത് വിഷമം വരുമ്പോ, എന്ത് ബുദ്ധിമുട്ടുകൾ വരുമ്പോ നേരെ എന്റെ റബ്ബിനോട് ചോദിച്ചാൽ മതിയല്ലോ എന്ന് കരുതുന്ന ആളുകൾ, എന്ന് മനസ്സിലാക്കി റബ്ബിനോട് ചോദിക്കുന്ന ആളുകൾ നമ്മൾ ആ കൂട്ടത്തിലാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്നുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്ന ഒരു റബ്ബ് അവനുണ്ട് എന്നത് അവന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രശ്നങ്ങളും എന്ത് ബുദ്ധിമുട്ടുകളും എല്ലാം സമർപ്പിക്കാനുള്ള ഒരു ഇടമാണ് നമ്മളുടെ റബ്ബ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളുടെ പ്രാർത്ഥന കൊണ്ട് തീരാത്ത പ്രശ്നങ്ങളില്ല.
എല്ലാ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പോംവഴിയും പരിഹാരവും പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നമ്മളുടെ റബ്ബ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനു മടിച്ചു നിൽക്കണം? എന്തിനു നാണിച്ചു നിൽക്കണം? എന്തിനു ആമാന്തിച്ചു നിൽക്കണം എന്റെ റബ്ബിനോട് ചോദിക്കുവാൻ? ഒരു തടസ്സവും നമ്മളുടെ റബ്ബിനോട് ചോദിക്കാൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രാർത്ഥനയെ കുറിച്ച് ഹദീസിൽ കാണാം, സിലാഹുൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ ആയുധമാണ്. ആയുധങ്ങൾ കൊണ്ടാണ് മനുഷ്യർ ഭൂമിയിൽ പലതും നേടിയെടുക്കാറുള്ളത്, വ്യത്യസ്തതരമായ ആയുധം. അതുപോലെ അള്ളാഹുവിൽ നിന്ന് മനുഷ്യന് അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, അവന്റെ പ്രതിസന്ധികൾ മാറ്റുവാനുള്ള ആയുധമാണ് പ്രാർത്ഥന. ചോദിച്ചു വാങ്ങാം, അതിലൂടെ അവന് ചോദിച്ചു വാങ്ങാനുള്ളതാണ് പ്രാർത്ഥന എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ മനസ്സ് ഏത് സമയവും പ്രാർത്ഥന നിർഭരമായിരിക്കണം. എന്റെ റബ്ബിനോട് എനിക്ക് ചോദിക്കാൻ പറ്റണം. ഒരു പ്രശ്നത്തിൽ കുടുങ്ങി, ഒരു പ്രയാസത്തിൽ നമ്മൾ വന്നു, നേരെ എന്റെ റബ്ബിനോട് ചോദിച്ചിട്ട് മറ്റു കാരണങ്ങൾ അന്വേഷിക്കാൻ നമുക്ക് സാധിക്കണം. എന്റെ റബ്ബാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്, അവനാണിത് പരിഹരിക്കേണ്ടത് എന്ന ഉറച്ച വിശ്വാസവും ഈമാനവും കൽബിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ അതിലേക്ക് തിരിയാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പരിഗണനയുമില്ല. അള്ളാഹു പറയുന്നു, ഖുൽ മാ യഅ്ബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പരിഗണനയാണുള്ളത്? ഫഖദ് കദ്ദബ്തും, നിങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. ഫസൗഫ യകൂനു ലിസാമ, അതിന്റെ ശിക്ഷ നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മൾ അള്ളാഹു പരിഗണിക്കണമെങ്കിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറഞ്ഞതാണ്. നമ്മൾ ചോദിക്കുന്നില്ല, ചോദിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാവരും അശ്രദ്ധമാകുന്ന ഒരു കാര്യമാണെന്ന് ഓർക്കുക. അതുപോലെ നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ജനങ്ങളോടാണെങ്കിൽ ജനങ്ങൾക്ക് നമ്മൾ ചോദിക്കുന്നത് ഇഷ്ടമല്ല. ഒരാളോട് നമ്മൾ പോയി പൈസ ചോദിച്ചു, ഒരു പ്രാവശ്യം തരും, രണ്ടാമത് വന്നാൽ ഇവൻ പിന്നെയും വന്നല്ലോ, മൂന്നാമത് പോയാൽ അതൊരു വെറുപ്പായി മാറിക്കൊണ്ടേയിരിക്കും. മനുഷ്യരോട് ചോദിക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ അള്ളാഹുവിന് അങ്ങനെയല്ല. ഹദീസിൽ കാണാം, സലുല്ലാഹ മിൻ ഫളലിഹി, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ ചോദിക്കുക. ഫഇന്നല്ലാഹ അസ്സ വജല്ല, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബു അൻ യുസ്അല, അവനോട് ചോദിക്കപ്പെടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് അടിമകൾക്ക് സാധിക്കൂല. അടിമകൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചോദിച്ചാൽ അവർ വെറുത്തു പോകും. പക്ഷെ അള്ളാഹു അങ്ങനെയല്ല, അവനോട് ഇത്രയോ ചോദിക്കുന്നത്. എന്റെ അടിമ എന്നോട് ചോദിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് അള്ളാഹുവിനുള്ളത്, ഇഷ്ടമാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ചോദിക്കാതിരിക്കുന്നത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കുന്നത് അള്ളാഹുവിന് കോപം ഉണ്ടാക്കുന്ന കാര്യമാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു മൻ ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അവനോട് ദേഷ്യം പിടിക്കും. എല്ലാം നൽകി നമ്മെ പറഞ്ഞയച്ചത് നമ്മുടെ റബ്ബാണ്. എന്നിട്ട് പറയാ, നിങ്ങൾ എന്നോട് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോളൂ, അതെനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ അള്ളാഹു പിന്നെ നമ്മളോട് ദേഷ്യം പിടിക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരോണ്ടാണ്? കാണുന്ന ആളുകളോടൊക്കെ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത മറ്റു കല്ലുകളോടോ വസ്തുക്കളോടോ നബിമാരോടോ മലക്കുകളോടോ ജിന്നുകളോടോ ഏതെങ്കിലും ബാബമാരോടോ ബീവിമാരോടോ കബറാളികളോടോ ഒന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്കിതെല്ലാം ഒരുക്കി തന്ന നമ്മളുടെ റബ്ബിനോട് മാത്രമാണ്. മറ്റൊരാളോട് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, ചോദിക്കാൻ പാടുള്ളതുമല്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ പ്രവാചകനോട് പറയുന്നത് കാണാം, ഖുൽ, നബിയെ താങ്കൾ പറയുക, ഇന്നമാ അദുഉ റബ്ബി, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ റബ്ബിനോട് മാത്രമാണ്. വല ഉശ്രികു ബിഹി അഹദ, അവനോടൊപ്പം ഞാൻ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. മറ്റൊരാളുടെ സഹായം എനിക്ക് വേണ്ട, മറ്റൊരാളും ഇടയവനായിട്ട് എനിക്ക് വേണ്ട, മറ്റൊരാളുടെ ശുപാർശയും എനിക്ക് വേണ്ട, മറ്റൊരാളുടെ ശഫാഅത്തും എനിക്ക് വേണ്ട. എനിക്ക് അള്ളാഹുവിനോട് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരോട് നമുക്ക് പ്രാർത്ഥിക്കരുത്, അത് ചോദിക്കാൻ പാടില്ല. അത് വ്യക്തമായ ശിർക്കാണ്. അതിന് നല്ലൊരു ഉദാഹരണം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറയുകയാണ്, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ്. യഥാർത്ഥ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ്. എന്നിട്ട് പറയുകയാണ്, വല്ലദീന ലാ യദഊന മിൻ ദൂനിഹി, വല്ലദീന യദഊന മിൻ ദൂനിഹി,
അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ ലാ യസ്തജീബൂന ലഹും, ആ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ ഒരിക്കലും അവർക്ക് ഉത്തരം നൽകുകയില്ല, ഒരു കാര്യം കൊണ്ടും അവർ മറുപടി ചെയ്യില്ല. അതിന് ഉദാഹരണം പറയുന്നു, ഇല്ലാ കബാസിത്തി കഫൈഹി ഇലൽ മാഇ ലിയബ്ലുഗ ഫാഹു വമാ ഹുവ ബിബാലിഗിഹി. അവിടെ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് കൈ ഇങ്ങനെ നീട്ടുന്നവനെ പോലെ, വമാ ഹുവ ബിബാലിഗിഹി, അവനിവിടെ കൈ നീട്ടി ഇങ്ങനെ ഇരിക്കുള്ളൂ, ആ വെള്ളം ഒരിക്കലും അവനിലേക്ക് എത്തുകയില്ല. അതുപോലെയാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും, അവിടെ എത്തുകയില്ല. അതുപോലെ തന്നെ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുകയില്ല. ആ വെള്ളം എടുക്കാൻ നമ്മൾ ഇവിടെ നാണ്യം കാണിച്ചിട്ട് കാര്യമില്ല. ആ വെള്ളം എടുക്കണമെങ്കിൽ അവിടെ പോയി വെള്ളം എടുക്കണം. അതുപോലെ ഒരു ഉപമ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വിവരിച്ചതാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ അങ്ങനെയാണ്, ഇങ്ങനെ കൈ നീട്ടിയിരിക്കാം, അതുകൊണ്ടൊരു ഉപകാരവും നമുക്കില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പറയുന്നു, വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, ഈ കാഫിരീങ്ങളുടെ പ്രാർത്ഥന അത് നഷ്ടത്തിലാണ്. മറ്റാൾ ദൈവങ്ങളോട്, വിഗ്രഹങ്ങളോട്, ഖബറുകളോട് അതൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ നിരർത്ഥകമാണ്. ഉത്തരം പോലും നൽകാൻ അവർക്ക് സാധ്യമല്ല, കേൾക്കാൻ പോലും അവർക്ക് സാധ്യമല്ല. പിന്നെ അവരോട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ പ്രാർത്ഥന നമ്മൾ അർപ്പിക്കേണ്ടത് അള്ളാഹുവാണ്. റബ്ബ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ പിന്നെ അത് മാത്രം മതി. അതല്ലാത്തതിലേക്ക് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും അശ്രദ്ധമായി നമ്മൾ പ്രാർത്ഥിക്കരുത്. ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് ഹദീസിൽ കാണാം. അബീ ഹുറൈറ റിപ്പോർട്ടിൽ കാണാം, റസൂലുള്ളാഹി പറയുന്നു, ഉദ്ഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി. ഇത് കിട്ടുമോ കിട്ടൂലേ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടേ. ആൾക്കാരെടുത്ത് പോലെ ഒരാളടുത്ത് പൈസ വെക്കാൻ പോകുമ്പോൾ ആൾ തരുമോ ഇല്ലേ, ആ ഒരു ശങ്ക, ആ ഒരു ആശങ്ക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും നമുക്ക് ഉണ്ടാവേണ്ടതില്ല. മൂഖിനൂന ബിൽ ഇജാബ, എന്റെ റബ്ബ് എനിക്കിത് തന്നിരിക്കും എന്നുള്ള ഒരു ഉറപ്പോട് കൂടി നിങ്ങൾ ചോദിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പറയുകയാണ്, വഅലമു, നിങ്ങൾ അറിയുക, അന്നല്ലാഹ ലാ യസ്തജീബു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായ, അന്തം വിട്ടിട്ടുള്ള, കാര്യമായിട്ടുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ലാതെ വെറുതെ ആരക്കാനും വേണ്ടി ദ്വാരക്കാൻ നമ്മൾ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു അതിന് ഉത്തരം നൽകുകയില്ല എന്ന് ഹദീസിൽ വ്യക്തമായി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അശ്രദ്ധമായിട്ട് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചില വാക്കുകൾ കൊണ്ട് കസർത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ദുആ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിന് ഉത്തരം നൽകുകയില്ല, അള്ളാഹു അതിന് ഉത്തരം നൽകുകയില്ല എന്ന് വ്യക്തമായി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥന വളരെ ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരാളുടെ മുന്നിൽ കാര്യങ്ങൾ പോയി ചോദിക്കുമ്പോൾ എത്ര മാന്യതയോടു കൂടിയാണ് ചോദിക്കുക, എത്ര ഭവ്യതയോടു കൂടിയാണ് ചോദിക്കുക. അയാളുടെ ഗുണങ്ങളും മഹത്വങ്ങളും ഒക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കാറില്ലേ, അതുപോലെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. കാര്യങ്ങൾ, നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനോട് പറഞ്ഞ് നേടിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയങ്ങളും പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ സമയത്തും പ്രാർത്ഥിച്ചാൽ അള്ളാഹു കേൾക്കും, പക്ഷെ ചില സമയത്ത് അത് അള്ളാഹു ഉത്തരം നൽകുമെന്ന് വ്യക്തമായി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് പ്രവാചകൻ പറയുന്ന ഒരു സ്ഥലം, അയ്യു ദുആ അസ്മ, പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, ഏത് ദുആയാണ് ഏറ്റവും പെട്ടെന്ന് കേൾക്കുക, ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുക? അപ്പൊ പറഞ്ഞു, ജൗഫുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന യാമങ്ങളിലുള്ള ദുആ, തഹജ്ജുദിന്റെ സമയത്തുള്ള ദുആ. ആ സമയം നമ്മൾ ഉറങ്ങുന്ന സമയം, സുഖമായിട്ട് നമ്മൾ ഉറക്കത്തിന്റെ അങ്ങേയറ്റം എത്തി ഉറങ്ങുന്ന ആ ഒരു സമയം, ആ സമയത്ത് എണീറ്റ് എന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു കേൾക്കുന്ന ദുആ എന്ന് പ്രവാചകൻ നമ്മളോട് പറയുന്നു. മറ്റു പല ഹദീസുകളിലും കാണാൻ പറ്റും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പാപമോചനം തേടാനില്ലേ? എന്നോട് പറയൂ, ഞാൻ നിങ്ങൾക്ക് പാപമോചനം നൽകാം. നിങ്ങൾക്ക് ആവശ്യങ്ങളൊന്നുമില്ലേ? നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുമ്പോൾ നമ്മൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു സമയത്ത് എണീറ്റുള്ള നമസ്കാരവും അതിനെ തുടർന്നുള്ള നമ്മളുടെ പ്രാർത്ഥനകളും. അത് വളരെ വലിയ ഒരു എഫക്റ്റ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ പറഞ്ഞത് വദുബറസ്സലവാത്തിൽ മക്തുബാത്ത്, ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പോകും, ദിക്റുകളെ ചൊല്ലി അവിടുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകും ഏറ്റവും നല്ല സമയമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുമ്പോൾ ആ സമയത്ത് നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. ആ സമയങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം.
രാവിലെ നേരത്തെ എണീറ്റ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും നമസ്കരിക്കുന്ന സമയത്ത് ഒരല്പസമയം 5 മിനിറ്റും കൂടെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ആ പ്രാർത്ഥനയും കൂടി കഴിഞ്ഞിട്ട് എണീറ്റ് പോകാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് ഒരു പരിഗണന നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. മറ്റൊരു സ്ഥലം ഹദീസിൽ കാണാം, സുജൂദിലുള്ള പ്രാർത്ഥനകളാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി പറയുന്നു, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദൻ. ഒരടിമ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം അത് സുജൂദിലാവുമ്പോഴാണ്. ഇങ്ങനെ അള്ളാഹ് ആകാശത്താണെന്ന് നമ്മൾ പറയും, പൊന്തി ഇങ്ങനെ മോളോട്ട് പോകുമ്പോഴല്ല, താന്ന് നമ്മൾ സാഷ്ടാംഗം നമിക്കുമ്പോൾ, പടച്ചവന്റെ മുന്നിൽ സുജൂദിലായിരിക്കുമ്പോഴാണ് അള്ളാഹുമായിട്ട് ഏറ്റവും നമ്മൾ അടുത്ത് നിൽക്കുക. എന്നിട്ട് പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞെന്താരോ, അടുത്ത് നിൽക്കുന്ന സമയമാണല്ലോ, അതുകൊണ്ട് ദുആ നിങ്ങൾ അധികരിപ്പിക്കുക. നമസ്കാരത്തിലാണെങ്കിൽ നമുക്ക് അറബിയിൽ നമുക്ക് ഉച്ചത്തിൽ പുറത്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ദുആ ചെയ്യാം. ഇനി മറ്റു ഭാഷകളിലാണെങ്കിൽ നമസ്കാരത്തിൽ നമുക്ക് ഉച്ചരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് ആകാവുന്നതാണ്. സുജൂദിന്റെ സമയത്ത് സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ചോദിച്ചെടുക്കാം. അതിന് പറ്റിയ സമയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കുറെ ആളുകൾ പറയും, ഞങ്ങളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു ഉത്തരം കിട്ടുന്നില്ല, പ്രാർത്ഥിച്ച് ചെയ്ത് എല്ലാം ചോദിച്ച് ഞങ്ങൾ മടുത്ത്, ഒരു ഉത്തരവും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് പല ആളുകളും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, യാ സഅദ്, ഏ സഅദ്, അതിബ് മത്അമക, നിന്റെ ഭക്ഷണം നീ നന്നാക്കുക, തകുൻ മുസ്തജാബ ദുആ, നിന്റെ ഭക്ഷണം നന്നാക്കിയാൽ നീ ദുആക്ക് ഉത്തരം ലഭിക്കുന്ന ആളാവും. ഭക്ഷണം നന്നാക്കാൻ പറഞ്ഞത് നല്ല ഭക്ഷണം കഴിക്കാനില്ല, ഹറാമിൽ നിന്ന് മുക്തമായ ഭക്ഷണം, ഹലാലായ ഭക്ഷണം, ഹലാലായ സമ്പാദ്യം, ഹലാലായ വസ്ത്രം, അതുപയോഗിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഉത്തരം ലഭിക്കും. നേരെ തിരിച്ചാണെങ്കിലോ, ഹദീസിൽ കാണാം, ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്, അയാളുടെ മുടിയൊക്കെ ജട പിടിച്ച് വന്നിട്ടുണ്ട്, അയാളുടെ വസ്ത്രം ഹറാമാണ്, അയാളുടെ ഭക്ഷണം ഹറാമാണ്, ഫഅന്നാ യുസ്തജാബു ലഹു. അങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെയാണ് ദുആക്ക് ഉത്തരം ലഭിക്കുക? അപ്പൊ നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിക്കണം. നമുക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഹറാമായ ഭക്ഷണം നമ്മൾ കൊടുക്കരുത്. അന്യായമായി ഒരുവന്റെ സമ്പത്ത് അപഹരിച്ചത് കൊടുക്കരുത്. കൊള്ളലാഭം നേടിയുണ്ടാക്കിയത് കൊടുക്കരുത്. മറ്റുള്ളവനെ പറ്റിച്ചുണ്ടാക്കിയത് കൊടുക്കരുത്. അതൊക്കെ കൊടുത്താൽ നമുക്ക് മുസ്തജാബ് ദുആ ആവുകയില്ല. നമ്മൾ ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാനും കാരണം, ഹറാമുകൾ കൊണ്ട് നിബിഡമായ ഒരു ജീവിതവുമായിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഉത്തരം നൽകുമെന്ന് ഹദീസിൽ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന നിർഭരമായ ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം. ഏത് സമയത്തും അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അള്ളാഹുവിലേക്ക് തിരിയാനുള്ള ഒരു സന്നദ്ധത നമ്മൾ പ്രകടിപ്പിക്കണം. നാളെ നമുക്കതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അതർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥനകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മളുടെ റബ്ബ് നമ്മളോട് നൽകിയ ഒരു വാഗ്ദാനമാണ്. നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാം. ആദ്യമായി അതിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അത് യാഥാർത്ഥ്യമാണ്, ഇതൊരിക്കലും തെറ്റിപ്പോവുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മുടെ കൽബിലുണ്ടാവണം. അങ്ങനെ എന്ത് ആവശ്യങ്ങൾ വന്നാലും ആദ്യമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം. അതാണ് നമ്മുടെ തൗഹീദ്. അതിലേക്ക് നമ്മൾ മാറണം. അള്ളാഹുവിലേക്ക് തിരിയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടായിത്തീരണം എന്നുള്ളതാണ്. എന്ത് കാര്യത്തിനും അള്ളാഹുവിലേക്ക് തിരിയുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു ബുദ്ധിമുട്ട്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദുആ കിട്ടുന്ന മറ്റൊരു കാരണം പ്രവാചകൻ ഹദീസിൽ പറഞ്ഞതിൽ കാണാം, യുസ്തജാബു ലിഅഹദികും മാലം യഅജൽ. നമ്മൾ ധൃതി കാണിക്കാത്ത കാലത്തോളം നമുക്ക് ഉത്തരം ലഭിക്കും. നമ്മൾ ധൃതി കാണിക്കും, എന്താ തരാത്തെ, ഇപ്പൊ തന്നെ പ്രാർത്ഥിച്ചാൽ നമ്മളെ മുന്നിൽ ഇപ്പൊ തന്നെ ഇറക്കി തരണം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് നടക്കുക. അതിൽ കണ്ടുകൊള്ളണമെന്നില്ല. ഇതെന്താ കിട്ടാത്തത്, ഞാൻ കുറെ ചോദിച്ചു, ഇത് എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ പരാതി പറയുന്നതല്ല. അത് കാരണം നമ്മൾ ദഅവ്തു ഫലം മിസ്. എന്താന്ന് ചോദിച്ചപ്പോൾ, ഈ ധൃതി കാണിക്കൽ എന്താന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞ ഉദാഹരണമാണ്, ദഅവ്തു, ഞാൻ പ്രാർത്ഥിച്ചു, ഫലം യുസ്തജിബ് ലി, എനിക്കൊന്നും ഉത്തരം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. നേരത്തെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക.
നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാകുന്നവരെ നമ്മളുടെ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളുടെ റബ്ബ് പറഞ്ഞതാണ് ഉത്തരം നൽകുമെന്നുള്ളത്. പിന്നെ അതിലൊരു സംശയം നമുക്ക് ഉണ്ടാവേണ്ട, നിരാശപ്പെടേണ്ട, ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എന്തുകൊണ്ട് നമുക്ക് ഉത്തരം ലഭിക്കുന്നില്ല? ഹദീസിൽ വ്യക്തമായിട്ട് പ്രവാചകൻ പറയുന്നു, ആ ഉത്തരം നൽകുന്ന രീതികൾ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് കാണാം. മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമുമില്ല, യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫിഹാ ഇസ്മുൻ, പാപകരമായ ഒരു കാര്യം കൊണ്ട് അവൻ ദുആ ചെയ്തിട്ടില്ല, ഇന്ന പാപം എനിക്ക് ചെയ്യണം, അങ്ങനത്തെ ദുആ അല്ല. വലാ ഖത്തിയത്തു റഹിമിൻ, അല്ലെങ്കിൽ കുടുംബബന്ധം മുറിക്കുന്ന ദുആയുമല്ല, പാപവുമില്ല, കുടുംബബന്ധം മുറിക്കുന്ന അങ്ങനത്തെ ദുആയുമില്ല. ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്, ഇത് രണ്ടുമില്ലാത്ത ദുആയിൽ അള്ളാഹു എന്തെങ്കിലും 3 കാര്യങ്ങൾ കൊണ്ട് അതിന് മറുപടി നൽകിയിരിക്കും, അതിന് ഉത്തരം നൽകിയിരിക്കും എന്നുള്ളതാണ്. ഒന്ന്, ഒന്നെങ്കിൽ അവന്റെ ദുആക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം അള്ളാഹു നൽകും. ചില ആളുകൾക്കൊക്കെ അത് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. നമ്മളൊരു ആവശ്യം പറഞ്ഞെണീറ്റിട്ടുണ്ടാവും, ഉടനെ തന്നെ ആവശ്യം പൂർത്തിയാവുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചോദിച്ചാൽ നമുക്ക് അപ്പം തരൂല, അത് നമുക്ക് വേണ്ടി അള്ളാഹു ആഖിറത്തിലേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അന്തം വിടും, ഇത് ഞാൻ ചോദിച്ചതായിരുന്നല്ലോ, അവിടെ നിന്ന് അള്ളാഹു നമുക്ക് വാരിക്കോരി തരും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതാ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഉത്തരം കിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ നടക്കല്ല നമ്മൾ വേണ്ടത്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഒന്നെങ്കിൽ പെട്ടെന്ന് കിട്ടും, അല്ലെങ്കിൽ നാളെ ആഖിറത്തിലേക്ക് വേണ്ടി അള്ളാഹു നമുക്കത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പറയുന്നത് അതുപോലത്തെ വരാനുള്ള എന്തെങ്കിലും ഒരു ഷർറ് നിന്നെ തൊട്ട് അള്ളാഹു തട്ടി മാറ്റിയിട്ടുണ്ടാകും. നമ്മൾ പ്രാർത്ഥിച്ചത് കാരണം നമുക്ക് വരാനുള്ള എന്തെങ്കിലും ഒരു ഷർറ് അള്ളാഹു നമ്മിൽ നിന്ന് തട്ടി മാറ്റിയിട്ടില്ല, നമുക്കറിയില്ല. അത് അള്ളാഹു തീരുമാനിച്ചതാണ്, അള്ളാഹുവിന്റെ ഖദറാണ്. അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു അതിൽ നിന്ന് തട്ടി മാറ്റിയിട്ടുണ്ടാവും. ഈ കാര്യങ്ങൾ നമ്മൾ തിരിച്ച് പിന്നെ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പം സഹാബാക്കൾ ചോദിച്ചു, ഇതൻ നുക്ഫിർ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന അധികരിപ്പിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അള്ളാഹു അക്ഫിർ, നിങ്ങൾ പിന്നെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന എന്നുള്ളത് അതൊരു ശീലമാക്കണം, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ശീലമാക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ എന്തെങ്കിലും ഇതുവരെ പടച്ചവനോട് പറഞ്ഞിട്ടുണ്ടോ? എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ നാട്ടുകാരോടും ചങ്ങായിമാരോടും കൂട്ടുകാരോടും കുടുംബക്കാരോടും ഒക്കെ നമ്മൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹാരങ്ങളൊക്കെ പറയും. അവരൊക്കെ അത് കേട്ടിട്ട് പോകുമെന്നല്ലാതെ, എല്ലാം അറിയുന്ന, നമ്മൾ സൃഷ്ടിച്ച, നമ്മളുടെ ഖൈർ ഏതാണ് ശർറ് ഏതാണെന്നൊക്കെ കൃത്യമായി അറിയുന്ന നമ്മളുടെ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. നാട്ടുകാരോട് പോയിട്ടുള്ള നമ്മളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഖബറിന്റെ അടുത്തോ ഏതെങ്കിലും ദർഗയിലോ ഏതെങ്കിലും ബാബമാരുടെ അടുത്തോ പോയിട്ടല്ല നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പറയേണ്ടത്. നമുക്ക് നമ്മുടെ വീട്ടിന്റെ റൂമിന്റെ ഉള്ളിലിരുന്ന് ഒരു മുസല്ലയിട്ട് അതിൽ നിന്ന് 2 റക്അത്തോ അല്ലെങ്കിൽ 5 റക്അത്തോ നമ്മൾ വിത്റും തഹജ്ജുദും ഒക്കെ നിസ്കരിച്ച് ആ സമയത്ത് ചോദിക്കുക. റബ്ബ് അവിടെ കാത്തിരിക്കുകയാണ് നമുക്ക് ഉത്തരം നൽകുവാൻ വേണ്ടി. ഏത് രീതിയിൽ നമ്മൾ ചോദിച്ചാലും റബ്ബ് നമുക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനം നമ്മുടെ മുന്നിലുണ്ട്. അതിനെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു മാതൃകയാക്കിയിട്ട് നമ്മൾ മാറ്റണം. ജീവിതത്തിന്റെ ഒരു ശീലമാക്കി മാറ്റുക. അത്താണിയില്ലാത്തവരുടെ ഏക അത്താണിയാണ് നമ്മളുടെ റബ്ബ്. അവലംബമില്ലാത്തവരുടെ അവലംബം, ഏക അവലംബമാണ്, ആശ്രയമാണ് നമ്മളുടെ റബ്ബ്. നമ്മുടെ എല്ലാം ആശ്രയം അവലംബവും അള്ളാഹു മാത്രമാണ്. അവരിലേക്ക് തിരിയാൻ നമ്മൾ ശ്രമിക്കുക. എന്ത് വിഷമങ്ങൾ, നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും. കരഞ്ഞ് പറയുക, കരഞ്ഞ് പറയുക. ചില ഹദീസുകളിലൊക്കെ കാണാം, ഫൈലം തബുക്കു, നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഫതബാക്കു, നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിച്ചുകൊള്ളൂ. തബുക്കു, നിങ്ങൾക്ക് കരയാൻ പറ്റുന്നില്ലെങ്കിൽ കരയുന്നത് പോലെ അഭിനയിച്ചുകൊള്ളൂ. ഇത് അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കേൾക്കുന്നുണ്ട്, അവൻ എനിക്ക് ഉത്തരം നൽകുമെന്നുള്ളൊരു ഉറപ്പോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. എന്തായാലും അത് ഉത്തരം നൽകുമെന്നുള്ളതാണ്. പ്രാർത്ഥന ഇല്ലെങ്കിൽ നമുക്കൊരു പരിഗണനയുമില്ല. അതുകൊണ്ട് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നാഥ നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഞങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം നല്ല രീതിയിൽ നിന്റെ അടിമകളായി ജീവിക്കാനുള്ള തൗഫീക്ക് നീ നൽകണേ. നാഥ, നിന്നെ അനുസരിച്ച് നിന്റെ മുത്തഖീങ്ങളായ അടിമകളുടെ ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ നീ മാറ്റിത്തരണേ നാഥ. സന്തോഷവും സമാധാനവും തരണേ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾ, ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നീ പ്രദാനം ചെയ്യണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ തയ്യിബ് സറാന.